ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ സീസൺ 6-ൽ ഫാമിലി റൗണ്ടിനോടൊപ്പം തന്നെ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടും കൂടി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ മികച്ചൊരു തീരുമാനം തന്നെയായിട്ട് എനിക്ക് തോന്നി. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഈ ഒരു 10ാമത്തെ ആഴ്ച ഫാമിലി റൗണ്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം 10-13 കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പം അവരുടെ എല്ലാ ഫാമിലീസും കൂടെ വന്നു കഴിയുമ്പോൾ 1-2 ആഴ്ച എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 ദിവസം മുകളിലെങ്കിലും എടുക്കും ഈ ഒരു എല്ലാ ഫാമിലീസിനും കൂടെ 2 ദിവസം വെച്ചിട്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് തിരികെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ 6 ദിവസവും ഈ ഫാമിലി വന്നിട്ടുള്ള പരിപാടി ആയി കഴിയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മൊത്തത്തിൽ ബോറടിച്ച് നമ്മുടെ അടപ്പ് തെറിയും. ലൈവൊന്നും കാണാൻ പോലും പറ്റത്തില്ല. എപ്പിസോഡിൽ പിന്നെ എല്ലാം കട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണാം. ലൈവ് എന്ന് പറയുന്നത് തീർത്തും ബോറായിട്ട് പോകും. മൊത്തത്തിലൊരു ഓണവില് പരിപാടിയായി പോകും. അതിനിടയ്ക്കാണ് ഈ പറയുന്നത് പോലെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കൂടി ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു മികച്ച തീരുമാനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഫാമിലി ഒരു സൈഡിൽ കൂടെ വന്നുകൊള്ളും. അതിൻ്റേതായ ഒരു നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് മികച്ച കുറച്ച് ടാസ്കുകൾ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈവ് കാണുന്നവരെ സംബന്ധിച്ച് മികച്ചതായിരിക്കും, എൻ്റർടൈനിങ് ആയിരിക്കും, എൻഗേജിങ് ആയിട്ടിരുന്ന് കാണാൻ സാധിക്കും. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സീസണെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ഒന്നുമില്ല. കുറച്ച് നമുക്ക് എന്ത് പറയാം, വിരലെണ്ണാവുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ നമുക്ക് പിന്നെയും പറയാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും വലിയ താല്പര്യമെന്ന് പറയാവുന്ന കണ്ടസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരുടെ ഫാമിലി വന്നാലും വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പ്രേക്ഷകർക്കാർക്കും ഇന്നവരുടെ ഫാമിലി വരണമെന്നൊന്നും പ്രത്യേകിച്ച് താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ വിരലെണ്ണാവുന്ന ആരുടെയെങ്കിലും വന്നാൽ കൊള്ളാമെന്നുള്ള ഒരു കുറച്ച് മൈനോറിറ്റി പ്രേക്ഷകരുണ്ടാവാം. എന്തായാലും അവർ വരുന്നവർ വന്നോട്ടെ. പക്ഷേ ഈ ഒരു വേറൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ ഒരു ഫാമിലിനെ തന്നെ ഈ ഒരു 10ാമത്തെ ആഴ്ചയിലേക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ ബോറടിച്ച് ഈ സീസൺ തന്നെ മൊത്തത്തിൽ അവതാളത്തിലായേനെ. എന്തായാലും ആ ഒരു ബോറടി മാറ്റാൻ തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു മികച്ച തീരുമാനം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ കൂടെ നടത്തുന്നത്. അപ്പം എന്തായാലും അത് വളരെ മനോഹരമായി തന്നെ ആദ്യ ടാസ്ക് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ടാസ്ക് നമ്മുടെ സിജോ അതുപോലെ തന്നെ സായി ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക, സോപ്പ് ഉരച്ച് ഏറ്റവും പെട്ടെന്ന് തീർക്കുന്ന ആരാണോ വിജയിക്കുന്നത് ആ ഒരു ടാസ്ക്കാണ് ആദ്യം വിട്ട് കൊടുത്തത്. എന്തായാലും അതിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കതൊരു അടുത്ത വീഡിയോയിലേക്ക് സംസാരിക്കാം. ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഗ്രൂപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വീണ്ടും എന്തുകൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഗെയിമുകൾ നടത്തുന്നു. അത് പലരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ? കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്ലാൻ ചെയ്യേണ്ടടുത്ത് വീണ്ടും ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പിൽ കുറച്ച് പേര് മാത്രം ഗെയിം കളിച്ച് അതിൻ്റെ സൈഡ് പറ്റി കുറച്ച് പേർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാതെ ഏറ്റവും അവസാനമാകുമ്പോഴത്തേന് എത്തിക്കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഇൻഡിവിജ്വൽ ഗെയിമും കൊടുത്തു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് എന്ത് ന്യായമാണ് കിട്ടുന്നത്? അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ബിഗ് ബോസ് വീണ്ടും പാർഷ്യാലിറ്റി കാണിക്കുകയാണോ, മറ്റുള്ളവരുടെ കഴിവിൽ മറ്റ് ചില കണ്ടസ്റ്റൻസിന് ഫേവറിസം കാണിക്കുകയാണോ എന്ന് എനിക്കും തോന്നിപ്പോയി. കാരണം ഗ്രൂപ്പുകളൊന്നുമില്ല, എല്ലാ ഗ്രൂപ്പുകളും ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഗെയിമുകൾ നടത്തണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്താണെങ്കിലും അതേപ്പറ്റി ചർച്ച ചെയ്യാം. എന്താണ് ഇതിനകത്ത് വരാൻ പോകുന്നതെന്നും എന്ത് പ്രശ്നങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വരുന്നതും എന്നതൊക്കെ. എന്തായാലും ഈ ഒരു എന്താ പറയുക, ഫാമിലി റൗണ്ടിനിടയ്ക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടുകൾ കൂടി കൊണ്ടുവന്നത് എന്താണെങ്കിലും മികച്ച തീരുമാനം തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രേക്ഷകർക്ക് എന്താണെങ്കിലും ബോറടി മാറി കിട്ടും. നല്ല മികച്ച കുറച്ച് ടാസ്കുകളും കാണാൻ സാധിക്കും. 2 ആഴ്ച നമുക്കൊരു എൻഗേജിങ് ആയിട്ട് ഇരുന്ന് ലൈവ് കാണാനും സാധിക്കും. എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് മാക്സിമം 6-7 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫാമിലി എല്ലാം വന്നു കഴിഞ്ഞ് ഈ ഒരു ഫാമിലി റൗണ്ട് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ പറയുന്നത് പോലെ ഈ ഒരാഴ്ച എവിക്ഷനിലുള്ളവരുടെ മാത്രം കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത ആഴ്ചത്തേക്കാണോ കൊണ്ടുവരുന്നതെന്നും വ്യക്തമല്ല. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.